So continuation from question answer discussion. എപ്പിഡമോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ്. ഏത് വേർഡിൽ നിന്നാണ് എപ്പിഡമോളജി ഡിറൈവ് ചെയ്തത്? കാണുമ്പോഴേ അറിയാം. എപ്പിഡമിക്, പാൻഡമിക്, എൻവയോൺമെൻറ്റ് ഏത് വേർഡിൽ നിന്നാണ് എപ്പിഡമോളജി ഡിറൈവ് ചെയ്തത്? ഇതൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. എപ്പിഡമോളജി, ഹൈജീന്, അതൊക്കെ ഞാൻ ചോദിക്കുമെന്ന് അന്ന് പറഞ്ഞതാണ്. ഓക്കെ, പറയും. എപ്പിഡമോളജി ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്? എപ്പിഡമിക്കിൽ നിന്നാണോ, പാൻഡമിക്കിൽ നിന്നാണോ, എൻവയോൺമെൻറ്റിൽ നിന്നാണോ? ഗസ് ചെയ്തോ? എപ്പിഡമിക്കിൽ നിന്നുള്ള വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തത്? എപ്പിഡമോളജി ഡിറൈവ് ചെയ്തത്. സോഷ്യൽ മെഡിസിൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. സോഷ്യൽ മെഡിസിൻ ആരാണ് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജോസഫ് ലിസ്റ്റർ, ജൂലിയസ് ഗുരിയൻ, എഡ്വാർഡ് ജെന്നർ. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് ആയിട്ട്? ഗസ് ചെയ്തോ? സോഷ്യൽ മെഡിസിൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ്? കിട്ടിയ ഉത്തരം ജൂലിയസ് ഗുരിയൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജൂലിയസ് ഗുരിയൻ, കേട്ടോ, ജൂലിയസ് ഗുരിയൻ. ദെൻ ഹൈജീൻ ഈസ് ദ വേർഡ് ഡിറൈവ്ഡ് ഫ്രം. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എവിടെ നിന്നാണ് ഹൈജീൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത്? ലാറ്റിൻ, ഗ്രീക്ക്, ഫ്രഞ്ച്. പറയും, തെറ്റിക്കരുത്. ഇതൊന്നും തെറ്റിച്ചിട്ട് വരരുത്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതാണ്? ഇപ്പോഴും തെറ്റിക്കരുത്. ഇപ്പോൾ ഗസ് ചെയ്യുമ്പോഴും തെറ്റിക്കാൻ പാടില്ല. ഏതാണ്? ഗ്രീക്ക് വേർഡ്. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഹൈജീൻ എന്ത് ചെയ്തത്? ഡെലിവറി ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തത്. നമ്മൾ പറഞ്ഞല്ലോ, ഗോഡസസ് ഓഫ് എന്ന് പറഞ്ഞ്. സയൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് എംബ്രേസസ് ഓൾ ഫാക്ടർ വിച്ച് കോൺട്രിബ്യൂട്ടഡ് ഹെൽത്ത് ലിവിങ് ഈസ് നോൺ ആസ്. Science of health and embraces all factors which contribute to healthy living is known as hygiene, cleanliness and personality. ഏതാണ്? സയൻസ് ഓഫ് ഹെൽത്ത്, ഹെൽത്തിനെ കുറിച്ചുള്ള പഠനം. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനുണ്ടാകുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും ഡീൽ ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഹൈജീൻ ആണോ, ക്ലെൻലിനെസ് ആണോ, പേഴ്സണാലിറ്റി ആണോ? ഏതാണ്? ഇത് തന്നെ അറിയാം മിക്കവാറും. നമ്മുടെ ഹെൽത്തി ലിവിങ്ങിന് എന്ത് വേണം? നമുക്ക് അഡിക്വേറ്റ് ആയിട്ട് ആദ്യം എന്ത് വേണം? ഹൈജീൻ വേണം. ക്ലെൻലിനെസ്സിലും ഉപരി നമ്മൾ എന്താണ് അപ്പോൾ വീണ്ടും പറയുന്നത്? ഹൈജീൻ തന്നെയാണ്. സോ ഹൈജീനാണ് ആദ്യം വേണ്ടത്. സോ ഇതിനകത്ത് ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഹൈജീൻ, കേട്ടോ. റീസ്റ്റോറേഷൻ ഓഫ് പേഴ്സണൽ ഡിഗ്നിറ്റി ആൻഡ് കോൺഫിഡൻസ്. ഇത് നമ്മൾ റീഹാബിലിറ്റേഷനകത്ത് പഠിച്ചതാണ്. മെൻ്റലിലും പഠിച്ചു, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലും ഞാൻ പഠിപ്പിച്ചു, രണ്ടിലും പഠിപ്പിച്ചു. അപ്പം വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ആണോ, സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ ആണോ, അതോ ഫിസിയോളജിക്കൽ റീഹാബിലിറ്റേഷനോ? നമ്മുടെ പേഴ്സണൽ ഡിഗ്നിറ്റിയും അതേപോലെ തന്നെ കോൺഫിഡൻസും എന്താണ് റീസ്റ്റോർ ചെയ്യുന്നത്? ഏതാണ്? ഉത്തരം കിട്ടിയോ? ഗസ് ചെയ്തോ എല്ലാവരും? സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ. സോ പേഴ്സണൽ ഡിഗ്നിറ്റി അതേപോലെ കോൺഫിഡൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മൈൻഡിൻ്റെ ആണ് അല്ലേ. ഇപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് സ്വയമായിട്ട് തോന്നുമെങ്കിൽ അത് എന്താണ്? എൻ്റെ മൈൻഡിലുണ്ടാകുന്നതാണ്. അപ്പോൾ അതെന്താണ്? ഒരു സൈക്കോളജിക്കൽ ഫംഗ്ഷനാണ്. ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇന്നർ ബോഡിയിൽ ഉണ്ടാകുന്ന എന്താണ്? നമ്മുടെ ഓർഗൻസ് അല്ല എന്നുള്ള ഫങ്ഷൻസ് ആണ്. വൊക്കേഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? അത് കുറച്ചും കൂടെ ജോബ് ഓറിയൻറ്റഡ് അങ്ങനെയായിട്ടുള്ള ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. റീസ്റ്റോറേഷൻ ഓഫ് കപ്പാസിറ്റി ടു ഏൺ ലൈവ്ലിഹുഡ്. അതായത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി, അതിനു വേണ്ടി നമ്മൾ റീസ്റ്റോറേഷൻ കപ്പാസിറ്റി റീസ്റ്റോറേറ്റ് ചെയ്യുന്നതിന് കപ്പാസിറ്റിയുടെ പറയുന്ന പേരെന്താണ്? എഡ്യൂക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്നാണോ, സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്നാണോ, അതോ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്നാണോ? ഏതാണ് ഉത്തരം?
എഡ്യൂക്കേഷണൽ റീഹാബിലിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസകരമായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സോഷ്യലൈസേഷൻ, കമ്മ്യൂണിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന. വൊക്കേഷണൽ എന്ന് പറയുമ്പോഴാണ് അപ്പോൾ ഇതിൽ നിന്ന് എന്തോ ഡിഫറൻസ്. അത് തന്നെയല്ലേ ഉത്തരം. നമ്മുടെ ലൈവ്ലിഹുഡ് ലേൺ ചെയ്യാൻ, നേരത്തെയും പറഞ്ഞതേ ഉള്ളൂ അങ്ങോട്ട്, ലൈവ്ലിഹുഡ് ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടി ഇത് ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ മാർഗ്ഗമാണ് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ. സോ ദ ആൻസർ ഈസ് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ. ദെൻ റീസ്റ്റോറേഷൻ ഓഫ് ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ പറയുന്ന പേരെന്താണ്? സോഷ്യൽ പ്രോസസ്, സോഷ്യൽ റീഹാബിലിറ്റേഷൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഏതാണ് ഉത്തരം? ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് നമ്മൾ റീസ്റ്റോർ ചെയ്യുക. എന്താണ് ഉത്തരം? എന്താണ്? സോഷ്യൽ റീഹാബിലിറ്റേഷൻ ആണ് ഇതിൻ്റെ ഉത്തരം. സോഷ്യൽ റീഹാബിലിറ്റേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ്, നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. അത് വലുത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒന്ന് ടച്ച് ചെയ്ത് പോയതാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. അത് കൂടുതലും സോഷ്യോളജി ആസ്പെക്ട്സിലാണ് വരേണ്ടത്. സോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ ആണ് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? റീസ്റ്റോർ ചെയ്യുന്ന ഫംഗ്ഷൻസിൻ്റെ കാര്യം വേണ്ടി പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് എന്തായിരുന്നു? സോഷ്യൽ റീഹാബിലിറ്റേഷൻ. ദെൻ ഇൻഡിവിജ്വൽ സഫറിങ് ഫ്രം ആൻ ഇമ്പയർമെൻറ്റ് ആൻഡ് ഡിസബിലിറ്റി. എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ഇമ്പയർമെൻറ്റിൽ നിന്നും ഡിസബിലിറ്റിയിൽ നിന്നും സഫർ ചെയ്യുന്നുണ്ട്, അയാൾ എന്താണ് നമ്മൾ പറയുന്നത്? ഡിസേബിൾഡ് പേഴ്സൺ എന്നാണോ, ഹാൻഡിക്യാപ്ഡ് എന്നാണോ, അത് ഇമ്പയർമെൻ്റ് എന്നാണോ? എന്താണ് പറയുന്നത്? എന്താണ് നമ്മൾ പറയുന്നത്? ഉത്തരം കിട്ടിയോ എല്ലാവർക്കും? ഹാൻഡിക്യാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ സബ്സ്റ്റൻസ് വിച്ച് സപ്രസസ് ഓർ ന്യൂട്രലൈസസ് ബാഡ് ഓർഡർ. ഒന്നെങ്കിൽ കുറയ്ക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നു, ബോഡിയിൽ നിന്നുള്ള ഓർഡർ ന്യൂട്രലൈസ് പോകുന്ന സബ്സ്റ്റൻസിൻ്റെ പേരാണ് പെർഫ്യൂം, ഡിയോഡറൻറ്റ്, ഡിറ്റർജൻസ്. ഏതാണ്? ഡിയോഡറൻസ് ആണ് ആൻസർ കേട്ടോ. സബ്സ്റ്റൻസ് വിച്ച് ഡിസ്ട്രോയ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ്. നമ്മുടെ മൈക്രോ ഓർഗാനിസംസിനെ ഹാംഫുൾ ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന സബ്സ്റ്റൻസ്. ഇതൊരു മൈക്രോബയോളജിക്കലുള്ള ഒരു ആസ്പെക്ട്സിലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ബാക്ടീരിയ ആ ഒരു രീതിയിൽ നമ്മൾ ഡിസിൻഫെക്ഷൻസിൽ പോകുന്നതാണ്. ഏതാണ് ആൻസർ? ബാക്ടീരിയോസ്റ്റാറ്റിക്, ഡിസിൻഫെക്റ്റന്റ് ആൻഡ് ഡിറ്റർജനന്റ്. ഏതാണ്? ബാക്ടീരിയോസ്റ്റാറ്റിക്കും സിഡലും ഉണ്ട്, രണ്ടാണ്, അത് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ ഡിസിൻഫെക്റ്റൻറ്റ്, ഡിറ്റർജൻറ്റ്, അതായത് ഹാംഫുൾ മൈക്രോ ഓർഗാനിസത്തിനെ കൊന്നു കളയുകയാണ്, ഡിസ്ട്രോയ് ചെയ്യുകയാണ്. എന്താണ് നമ്മളപ്പോൾ ചെയ്യുക? ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചാൽ പറ്റുമോ? പറ്റത്തില്ല. ബാക്ടീരിയോസ്റ്റാറ്റിക് ഉപയോഗിച്ചാൽ പറ്റുമോ? ഇല്ലയോ? പറ്റത്തില്ല. സോ ആൻസർ ഈസ് ഡിസിൻഫെക്റ്റൻറ്റ്. നമ്മൾ ബാക്ടീരിയോസിഡൽ എന്ന് പറയുന്നത് ബാക്ടീരിയ കംപ്ലീറ്റ് ആയിട്ട് കൊല്ലുക, സിഡൽ. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലും, പക്ഷേ സ്പോർസ് എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല കേട്ടോ. സോ ആൻസർ ഈസ് ഡിസിൻഫെക്റ്റൻറ്റ്. മറ്റേതിനകത്ത് രണ്ടും പോകും, സ്പോർസും ബാക്ടീരിയ ഓർഗാനിസവും പോകും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സബ്സ്റ്റൻസ് വിച്ച് ഡിസ്ട്രോയ് ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഏതാണ്? അതായത് ഒന്നെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഗ്രോത്ത് കുറയ്ക്കുന്നു. ഏതാണ്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ. ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ആൻറ്റിസെപ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞു, ബാക്ടീരിയൽ സൈഡിലിൻ്റെ കാര്യം പറഞ്ഞു. ഏതായിരിക്കും ഇവിടെ? മൈക്രോ ഓർഗാനിസം. ഇവിടെ ബാക്ടീരിയൽ സിഡൽ എന്നുള്ള ഓപ്ഷൻ വരാത്ത കാരണം ഇത് ബാക്ടീരിയ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഫോക്കസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ആൻറ്റിസെപ്റ്റിക് കണ്ടിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ്സ്, അതേപോലെ ഡിസിൻഫെക്റ്റൻറ്റ്. സോ ഇവിടുത്തെ ഏതാണ്? ആൻറ്റിസെപ്റ്റിക് ആണ് ഇതിൻ്റെ ഓപ്ഷൻ. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് ഈ അതേപോലെ തന്നെ അതുകൂടെ ഞാൻ പറയാൻ പറയട്ടെ. ഈ ഡിസിൻഫെക്റ്റൻറ്റ് വരാത്തൊരു കാരണം എന്താണ്? ഡിസിൻഫെക്റ്റൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോൺ ലിവിങ് സർഫസിലാണ് അല്ലേ? നമുക്ക് ജീവനുള്ളിടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ആൻറ്റിസെപ്റ്റിക് എങ്ങനെയാണോ? നമ്മൾ ഡെറ്റോൾ പോലെടുത്ത് നമുക്ക് ലിവിങ് ഒബ്ജക്ട്സിൽ അപ്ലൈ ചെയ്യാം. സോ അതാണ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ഇവിടെ രണ്ട് നമ്മൾ ലോജിക്ക് ഉപയോഗിക്കണം. ഇവിടെ ബാക്ടീരിയസിഡൽ വരാത്തതിൻ്റെ കാരണം ബാക്ടീരിയ അല്ല, മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ഏതാകാം. ബാക്ടീരിയ, വൈറൽ, ഫംഗസ്, പ്രോട്ടോസോവ, പാരസൈറ്റ് ഏതാകാം. അതിൽ സ്മാൾ മൈക്രോ ഓർഗാനിസം ആണ് ചോദിക്കുന്നത്. അതിൽ ഡിസിൻഫെക്റ്റൻറ്റ് വരാത്ത കാരണം എന്ന് പറയുന്നത് ലിവിങ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൽ ആൻറ്റിസെപ്റ്റിക് വരുന്നത്. ഓക്കെ, MMR വാക്സിൻ എത്രാമത്തെ മാസത്തിലാണ് കൊടുക്കുന്നത്? MMR വാക്സിൻ 9 മാസത്തിൽ കൊടുക്കുമോ നിങ്ങൾ? 15 മാസത്തിൽ കൊടുക്കുമോ? അതോ 2 വയസ്സിൽ കൊടുക്കുമോ? JPHNലൊക്കെ ആകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്സിനേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? ഏത് വയസ്സിലാണ്, ഏത് മാസത്തിലാണ് കൊടുക്കാൻ പോകുന്നത്?
പറയും. ഐഡൻറ്റിഫൈ ചെയ്തോ എല്ലാവരും? പതിനഞ്ച് മാസത്തിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? MMR വാക്സിൻ. ദെൻ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? MMRയുടെ മീസൽസ് മംസ് റുബെല്ല. ഇതാണ് ഫുൾ ഫോം. മീസൽസ് മംസ് റുബെല്ല. കേട്ടോ? ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും MR വാക്സിൻ എന്നുള്ളത്. അതെന്താണ് സംഭവം? MR വാക്സിൻ മീസൽസും റുബെല്ലയും മാത്രം, മംസ് അതിനകത്ത് വരുന്നില്ല. സോ ഇപ്പോൾ രണ്ടായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് സപ്ലൈയിലൊക്കെ MR ആയിട്ടാണെന്ന് ഒന്ന് കൊടുക്കുന്നത്. സോ ഇവിടെ മീസൽസ് വാക്സിൻ അത് ഏത് മാസത്തിലാണ് കൊടുക്കുന്നത്? മാത്രമാണെന്നുണ്ടെങ്കിൽ 15ാമത്തെ മാസത്തിലോ 9-ലോ 1 വയസ്സിലോ? ഏതാണ്? 9 മാസത്തിലാണ് കൊടുക്കുന്നത് കേട്ടോ. 9 മന്തിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? മീസൽസ് വാക്സിൻ കൊടുക്കുന്നത്. 9 മന്ത്. ദെൻ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് സർവലൈൻസ്, അതായത് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്സ്, സർവലൈൻസിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവസ്ഥ നമ്മൾ പറയത്തില്ല, ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ട്രീറ്റ്മെൻറ്റ്. നമ്മൾ രോഗം പ്രതിരോധിച്ച്, അതായത് പറയുന്നത് പ്രതിരോധമല്ല, ഈ പറയുന്ന പോലെ എന്താണ്, പ്രോപ്പറായിട്ട് മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യുമോ, അതോ നിങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുമോ, പ്രോപ്പറായിട്ടുള്ള പ്രിക്കോഷൻസ് ഇത് പ്രിവെൻറ്റ് ചെയ്യുമോ, അതോ നിങ്ങൾ ലബോറട്ടറി ഡയഗ്നോസിസ് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്യും? എന്താണ് ഒബ്ജക്റ്റീവ്? നോക്കിയോ എല്ലാവരും? ഓപ്ഷൻസ് ഒക്കെ ഉത്തരം കിട്ടിയോ? കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? സോ ആൻസർ ഏതാണ്? പ്രിവെൻഷൻ. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്, സർവൈലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രിവെൻഷനാണ്. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം UIP. ഓർത്തിരിക്കുക, എന്താണ് UIP? അബ്രിവേഷൻ ചോദിക്കാം. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. ഇത് ഇന്ത്യയിൽ എന്നാണ് ലോഞ്ച് ചെയ്തത്? 1974 മെയ്, 1985 നവംബർ, 1978 ജനുവരി. ഏത് മാസമാണെന്ന് പറഞ്ഞേ? ഞാനിത് എല്ലാ പ്രോഗ്രാംസും പഠിപ്പിച്ച ഓരോ പ്രോഗ്രാംസിനകത്ത് ഇതൊക്കെ പറഞ്ഞതാണ്. 1974 മെയ്യിലാണ് ആൻസർ കേട്ടോ. 1974. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട്സും ഈ ക്വസ്റ്റ്യൻസും ഒക്കെ എന്ത് ചെയ്യുക, എഴുതി വെച്ച് തന്നെ പഠിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും കേട്ടോ. ദെൻ EPI എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസിൻ്റെ തന്നെയാണ്, കുറച്ചും കൂടെ എക്സ്പാൻഡായി കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞപ്പം. അത് തന്നെയാണ് EPI എന്ന് പറയുന്നത്, എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ. ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് എന്നാണെന്നാണ് ഇനി അടുത്ത ചോദ്യം. എന്നാണ്? 1950 ജൂൺ, 1978 ജനുവരി, 1974 മെയ്. കണ്ടോ ഡിസ്ട്രാക്ടേഴ്സ് വന്നത്? കണ്ടോ നിങ്ങൾ? ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറി എഴുതാം ഡേറ്റ്. UIPയുടെ ഡേറ്റ് വേണമെങ്കിൽ EPIയുടെ ഡേറ്റ് എഴുതാം, EPIയുടെ ഡേറ്റ് വേണമെങ്കിൽ UIPയിൽ എഴുതാം. UIPയുടെ ഡേറ്റ് നിങ്ങൾക്കറിയാം, EPIയുടെ ഡേറ്റ് നിങ്ങളൊന്ന് പറഞ്ഞേ. കിട്ടിയോ എല്ലാവർക്കും EPIയുടെ ഡേറ്റ്? സോ ഡേറ്റ് എന്ന് പറയുന്നത് 1978 ജനുവരിയിലാണ് എന്ത്? എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ കേട്ടോ. ദെൻ ഗ്ലോബൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അപ്പോൾ തന്നെ ഉണ്ടോ ഇത്ര ക്വസ്റ്റ്യനായി ഇമ്മ്യൂണൈസേഷനിൽ നിന്ന് തന്നെ. ഗ്ലോബൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നാണ് ലോഞ്ച് ചെയ്തത്? 1950 ജനുവരി, 1974 മെയ്, 1980 ഒക്ടോബർ. ഏതാണ്? സെയിം UPIയുടെ സെയിം എന്താണ് ഡേറ്റ് തന്നെയാണ്. ഏതാണ്? യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം UIPയുടെ സെയിം ഡേറ്റ് തന്നെയാണ്, 1974 മെയ്. കണ്ട ഉത്തരം? ഇനി മോസ്റ്റ് പവർഫുൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് വെപ്പൺസ് ഓഫ് മോഡേൺ മെഡിസിൻ ഫോർ പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഏതാണ്? മോസ്റ്റ് പവർഫുൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് വെപ്പൺസ് ഓഫ് മോഡേൺ മെഡിസിൻ ഫോർ പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണോ, ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണോ, ആൻറ്റിടോക്സിൻ ആണോ? ഏതാണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ മോസ്റ്റ് മോഡേൺ ആയിട്ട് കൊടുക്കുന്നത് ഏതാണ്? ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ഇമ്മ്യൂണൈസേഷൻ അല്ലേ നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പം ഡിസീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ദെൻ
എത്ര, ഇത് മെയിൻ എന്തായാലും ഇതൊന്നും പഠിക്കാതെ പോയേ വേണ്ട എക്സാമിന്. എത്ര പോപ്പുലേഷനാണ് സബ് സെൻറ്റർ കവർ ചെയ്യുന്നത്? എത്രയാണ് സബ് സെൻറ്റർ? 3000 to 5000 ആണ്. തെറ്റിക്കേ വേണ്ട, 3000 to 5000 ആണ് പോപ്പുലേഷൻ്റെ എന്ത് സബ് സെൻറ്റർ എന്ന് പറയുന്നത്. സോ കൺസെപ്റ്റ് നോക്കാം. ഏറ്റവും പെരിഫറൽ ഉണ്ടാകുന്ന, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. സബ് സെൻറ്ററിൽ മോസ്റ്റ് പെരിഫറൽ ആയിട്ടുള്ള ഹെൽത്ത് സെൻ്ററാണ്, നമുക്ക് ഏറ്റവും ഫസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സെൻ്ററാണ്. കൂടുതലും കോണ്ടാക്ട് പ്രൈമറി കമ്മ്യൂണിറ്റി അതേപോലെ ഹെൽത്ത് സെൻ്ററിലോട്ട് ഫസ്റ്റായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ സബ് സെൻ്ററാണ്. ഒരു PHCയുടെ അടയിൽ താഴെ 6 സബ് സെൻ്ററാണ് പ്രവർത്തിക്കുന്നത്. ഒരു PHCയുടെ അണ്ടറിൽ എത്ര സബ് സെൻ്ററാണെന്ന് വെച്ചാൽ 6 സബ് സെൻ്ററാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇത് നോക്കിക്കോളൂ, ഒരു റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആൻഡ് ഹില്ലി ഏരിയ എന്നും പറയാം. സബ് സെൻറ്റർ 3000 റൂറലിലെങ്കിൽ 5000 ഇവിടെ അർബൻ ഏരിയയിൽ. ഇതിൻ്റെ ബെഡ് എന്ന് പറയുന്നത് 2 ബെഡാണ് ഉണ്ടാകുക. അതേപോലെ സ്റ്റാഫ് 3 പേരായിരിക്കും. റെഗുലേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇനി പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 20,000 പോപ്പുലേഷനാണ് റൂറലിൽ. അത് 30,000 ആകും അർബണിലാകുമ്പോഴത്തേക്ക്. അത് 4 മുതൽ 6 ബെഡ് വരെയാണ് പോകുന്നത്. ഇതിൻ്റെ സ്റ്റാഫും എന്ന് പറയുന്നത് 15 സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണ്. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 80,000 മുതൽ 1,20,000 വരെയാണ് ഇതിൻ്റെ പോപ്പുലേഷൻ. ഏകദേശം 30 ബെഡ് വരെ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. 45 മുതൽ 55 വരെ സ്റ്റാഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ഉണ്ടാകാം. അതേപോലെ OPD ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഉണ്ടാകുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ്. റെഗുലേറ്ററി ബോഡി 2 സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ബോഡിയുടെ അണ്ടറിൽ ഫംഗ്ഷനിങ് ചെയ്യുന്ന ഹെൽത്ത് സെക്ടറാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. വിച്ച് ലെവൽ ഓഫ് പ്രിവെൻഷൻ ഇൻക്ലൂഡ്സ് പ്രൊമോട്ടിംഗ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇൻ ചൈൽഡ്ഹുഡ്? നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, കുട്ടികളിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിവെൻഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടെറിഷറി പ്രിവെൻഷൻ, അത് നിങ്ങൾക്കറിയാം, ഹയർ ലെവൽ ഓഫ് പ്രിവെൻഷനാണ്. സെക്കൻഡറി പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ ആൻഡ് പ്രിമോഡിയൽ പ്രിവെൻഷൻ. ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുക? കുട്ടികളിലാണെന്ന് ശ്രദ്ധിക്കണം. ഏതായിരിക്കും നോക്കിയിട്ട് പറയും. പ്രിമോഡിയൽ പ്രിവെൻഷൻ. ഏതാണ്? പ്രിമോഡിയൽ പ്രിവെൻഷനാണ് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കുട്ടികളിൽ ഓപ്റ്റ് ചെയ്യാൻ നമ്മൾ ഇത് ചെയ്യുന്നത്. പ്രിമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ. കൂടുതൽ ഒബീസിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതാദ്യം തന്നെ നമ്മൾ തടയും. ഈ പറയുന്നത് TV കണ്ട് ഫുഡ് കഴിക്കുക, അപ്പോൾ തന്നെ എന്താണ് ലാർജ് ക്വാണ്ടിറ്റി അകത്ത് പോകുന്നത് അറിയത്തില്ല, ഫാസ്റ്റ് ഫുഡൊക്കെ. സോ ഇതൊക്കെ ഇത് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ പറയുന്നത് പോലെ തന്നെ ഇത് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലോട്ട് പോലും അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുകയോ ഒന്നും ആവശ്യമില്ല. പ്രോപ്പറായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് സാനിറ്റേഷൻ, ഹെൽത്തി കമ്മ്യൂണിറ്റീസ്, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്തിൻ്റെ ഭാഗമാണ്? പ്രിമോഡിയൽ പ്രിവെൻഷൻ്റെ ഭാഗമാണ്. സെയിം വൈസ് ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കിട്ടാനും അതേപോലെ തന്നെ ന്യൂട്രീഷൻ, പ്രീനേറ്റൽ ന്യൂട്രീഷൻ കൊടുക്കാൻ പ്രോഗ്രാമിന് വേണ്ടി, അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇയർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പ്രിമോഡിയൽ പ്രിവെൻഷൻസ് നമ്മളെ സഹായിക്കുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് കൂടുതലും പോപ്പുലേഷനകത്ത് നമുക്ക് ആക്ഷൻസ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആക്ഷൻസ് ടു മോഡിഫൈ പോപ്പുലേഷൻ ഹെൽത്ത് ഡിറ്റർമിനൻസ് ആൻഡ് ഇൻഹിബിറ്റ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് ടു നോ ദ ഇൻക്രീസ് ഓഫ് ഫർദർ റിസ്ക് ഓഫ് ഡിസീസ്. അതായത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനകത്തുള്ള ഹെൽത്ത് ഡിറ്റർമിൻസ് ഫാക്ടേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഈ പറയുന്ന ഡിസീസിൽ ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പ്രിമോഡിയൽ പ്രിവെൻഷൻ. കേട്ടോ? ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കോമൺ ഹെൽത്ത് സ്ക്രീൻ സർവീസ് പ്രൊവൈഡഡ് ഇൻ ദ കമ്മ്യൂണിറ്റി ഫാർമസീസ്? നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹെൽത്ത് സ്ക്രീനിങ് സർവീസസ് കമ്മ്യൂണിറ്റി ഫാർമസിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലഡ് പ്രഷർ സ്ക്രീനിങ് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ, റേഡിയോളജിക്കൽ ഇമേജിങ് കൊടുത്തിട്ടുണ്ട്, ബോൺ മാരോ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ക്യാൻസർ സർജറീസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആൻസർ? ഗസ് ചെയ്തോളൂ, ഏതാണ് ആൻസർ? ഗസ് ചെയ്യുക മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള ആൻസർ കീ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതാണ്? കിട്ടിയോ എല്ലാവർക്കും? ബ്ലഡ് പ്രഷർ സ്ക്രീനിങ് ആണ് കമ്മ്യൂണിറ്റി ഫാർമസീസിൽ ഓഫർ ചെയ്തത്. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് എന്താണ് ഇത് സ്ക്രീനിങ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ സ്ക്രീനിങ് ഒക്കെ അവർ ചെയ്യാറുണ്ട്. കൺസേൺഡ് ഡേയ്സിൽ ഒരാഴ്ച 2-3 ദിവസം കൊണ്ട് ചെയ്യാറുണ്ട്.
സോ ഇവിടെ ബ്ലഡ് പ്രഷർ സ്ക്രീനിങ് എന്ന് പറയുന്നത് റാഷണൽ ഇവിടെ പറയാം കമ്മ്യൂണിറ്റി ഫാർമസീസ് എന്ന് പറയുന്നത് ഒരു ലാർജ് വെറൈറ്റീസ് ഓഫ് ഹെൽത്ത് സ്ക്രീനിങ്സ് കൊടുക്കാറുണ്ട്. കൂടുതലും ഇത് നമ്മുടെ മോണിറ്റർ ചെയ്യാൻ പേഷ്യൻസിന് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനാണ്. കൂടുതലും ഇത് നമ്മൾ ബ്ലഡ് പ്രഷർ സർവീസസ് സ്ക്രീനിങ് സർവീസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഫ്രീ ഓഫ് റേറ്റിലാണ് ചെയ്തു കൊടുക്കുന്നത്. ഈ ബ്ലഡ് പ്രഷർ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ബ്ലഡ് ഈ ഓരോ ബ്ലഡ് വെസൽസിലും പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫോഴ്സ് എക്സേർട്ടിങ് ഫോഴ്സ് ബ്ലഡ് വെസൽ ആർട്ടറീസ് ആണ് എന്താണ് നമ്മുടെ ബ്ലഡ് വെസൽസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് അത് എക്സേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ റീഡിങ് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വാൾസ് ഓഫ് ആർട്ടറീസിൽ എഗെയിൻസ്റ്റ് ചെയ്യുന്ന പ്രഷറാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഹാർട്ട് അത്രയ്ക്ക് എഫക്റ്റീവായിട്ടായിരിക്കും നിങ്ങളുടെ ബോഡിക്ക് അറൗണ്ടായിട്ട് പമ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇത് നമുക്ക് ഇങ്ങനെ സ്ക്രീൻ ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് അളക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ കാർഡിയോ വാസ്കുലാർ ആയിട്ടുള്ള ഡിസീസസിനോ സ്ട്രോക്കിനോ വല്ല ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫാർമസീസിൽ കൂടുതലും നമ്മുടെ ബ്ലഡ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് റെഗുലർ ബ്ലഡ് പ്രഷർ നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതിന് എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിന് ഇയർലി ഇൻ്റർവെൻഷൻസും മാനേജ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് എടുക്കാം. ഇനി എന്താണ് കൗൺസിലറിൻ്റെ റോള് കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം? വാട്ട് ഈസ് ദ റോൾ ഓഫ് കൗൺസിലർ ഇൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം? ഓപ്ഷൻ എ ടു പ്രൊവൈഡ് ഫാർമസ്യൂട്ടിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി ടു പ്രൊവൈഡ് തെറാപ്പി ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്, ഓപ്ഷൻ സി ടു പ്രൊമോട്ട് പെർഫോം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ സി ഡി ടു എഡ്യൂക്കേറ്റ് പേഷ്യൻസ് ഓൺ സർജറി ടെക്നിക്സ്. ഏതാണ് റോള്? ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? കിട്ടിയോ എല്ലാവർക്കും? ടു പ്രൊവൈഡ് തെറാപ്പി ആൻഡ് ഇമോഷണൽ സപ്പോർട്ടാണ് നമ്മുടെ റോള്. സോ റാഷണൽ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൽ ഈ റോൾ ഓഫ് എ കൗൺസിലർ എന്ന് പറയുന്നത് പ്രൈമറി എന്ന് പറയുന്നത് എന്താണ് തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുക, അതേപോലെ തന്നെ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇതെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മെൻ്റൽ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ദ വെൽബീയിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും അതേപോലെ തന്നെ ആ സിറ്റുവേഷൻ അവർക്ക് കോപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനും വളരെ എഫക്റ്റീവാണിത്. പിന്നെ പറയുന്നത് ഈ പറയുന്ന കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻറ്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ ഈ മുന്നോട്ട് പോകാൻ. കാരണം അവരുടെ ഓരോ ഉണ്ടാകുന്ന ചാലഞ്ചസ് ഫേസ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ എഫക്റ്റീവായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യുക. പിന്നെ അതേപോലെ ഒരു ലിസണിങ് ഇയർ എന്ന് പറയത്തില്ല, നമ്മൾ ചെവി കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സഹായം പ്രൊഫഷണൽ ആയിട്ടുള്ള ഗൈഡൻസ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് കൊടുക്കുക. പിന്നെ എന്താണ് വേരിയസ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ടെക്നിക്സ് യൂസ് ചെയ്യുക. അത് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മിക്കവാറും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തെറാപ്പി സെക്ഷൻസും അതേപോലെ ഫാമിലി കൗൺസിലിങ്, പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ പേഷ്യൻസിന് ഈ പറയുന്ന അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും റിസോഴ്സസ് കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും റിസോഴ്സസ് ഇവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന കൗൺസിലറിൻ്റെ റോള്. What is the following key component of community based rehabilitation? ഏതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ്റെ കീ കമ്പോണൻറ്റ്? ഓഫറിങ് ഫ്രീ മെഡിസിൻ ഓഫർ ചെയ്യുന്നതാണോ? പ്രൊവൈഡിങ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്, ബിൽഡിംഗ് ലാർജ് ഹോസ്പിറ്റൽ, കണ്ടക്ടിങ് സർജറീസ് ഇൻ റിമോട്ട് ഏരിയാസ്. ഏതാണ്? Offering free medicines, promoting emotional and psychological support, building large hospital, conducting surgeries in remote area. ഇതിൽ ഏതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ്റെ കീ കമ്പോണൻറ്റ്? ഏതാണ്? ആൻസർ കിട്ടിയോ? സോ ആൻസർ ഈസ് പ്രൊവൈഡിങ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. കേട്ടോ, ആൻസർ അതാണ് കീ കമ്പോണൻറ്റ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് അവർക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഡോർ സ്റ്റെപ്സിൽ കെയർ കൊടുക്കുന്നതിൻ്റെ തന്നെ ഉദ്ദേശം. കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ CBR അങ്ങനെ ചോദിക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിസൈഡ് ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ഓഫ് പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ്. നമ്മൾ ഈ ഡിസേബിലിറ്റീസ് ഉള്ള പീപ്പിൾസിന് എന്താണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക എന്നുള്ള. അത് അവരുടെ ഫാമിലി മെമ്പേഴ്സിന്, അത് ഞാൻ പറഞ്ഞു കമ്മ്യൂണിറ്റി എന്ന് എടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, ഫാമിലി, ഇൻഡിവിജ്വൽ അങ്ങനെയാണ് പോകുന്നത്. സോ അവരുടെ ഫാമിലീസിനെ അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ
അവരെല്ലാവരെയും നമ്മൾ ഈ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തുകയും ചെയ്യും. സോ CBR എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. അതെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പീപ്പിളിൻ്റെ എന്താണ് നമുക്ക് ഈ ഡിസബിലിറ്റീസ് ഉള്ള പീപ്പിൾസിന് എന്താണ് ഓവർകം ചെയ്യാൻ, അത് എന്താണ് ഓവർകം ചെയ്യുന്നത് അവരുടെ ഡിസബിലിറ്റി മാറുമെന്നല്ല, അവരുടെ ഒരു റീസ്റ്റോറേഷൻ ഓഫ് ഫുള്ളസ്റ്റ് കപ്പാസിറ്റി എന്തൊക്കെയുണ്ടോ അതെല്ലാം ഫുള്ളി റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ അവരുടെ ഫാമിലി ഉൾപ്പെടെ എല്ലാ ഓർഗനൈസേഷൻസും കമ്മ്യൂണിറ്റീസും എല്ലാ റിലവൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റൽ നോൺ ഗവൺമെൻറ്റൽ ഹെൽത്ത് സെക്ടേഴ്സും എല്ലാം ഒന്നിച്ച് നിന്നാണ് ഈ പോകുന്നത്. സോ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക, സോഷ്യൽ ആൻഡ് അതർ സർവീസസ് ഇതെല്ലാം ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതെല്ലാം എന്താണ് റോളാണ് കേട്ടോ. പിന്നെ Providing emotional and psychological support is a key component of CBR because it helps the individual cope with the social and emotional challenges associated with their disability. So, നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ്റെ ഏറ്റവും കീ കമ്പോണൻ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇമോഷണലും സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഓരോ വ്യക്തികൾക്കും ഈ പറയുന്ന സാഹചര്യം കോപ്പ് ചെയ്യാൻ, അതേപോലെ സോഷ്യൽ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. സോ ഒരു സപ്പോർട്ടീവ് കെയർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ട വേരിയസ് ഫോമിൽ. അത് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാം, അതേപോലെ തന്നെ പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് കൊടുക്കാം, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, ഈ പറയുന്ന സെൽഫ് സോഷ്യൽ ഇൻക്ലൂഷൻ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് എന്ത് ചെയ്യാം ഏർപ്പെടുത്താൻ വേണ്ടി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following communication method is most effective for reaching rural communities? ഏതാണ് റൂറൽ കമ്മ്യൂണിറ്റിയിൽ എത്താൻ വേണ്ടി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാർഗ്ഗം? ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, അത് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഓൺലൈൻ പോലത്തെ ഇൻ്റർനെറ്റ് പോർട്ടൽ. റേഡിയോ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് അസസ്മെൻറ്റ്, അത് അനൗൺസ്മെൻറ്റ്, അത് നമുക്കറിയാം പഴയ കാലത്ത് റേഡിയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി. പിന്നെ ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ്, TV വഴി നമ്മൾ പരസ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ 1-to-1 കൗൺസിലിംഗ്. ഏതാണ് ഇതിനകത്തുള്ളത്? ഏതാണ് റൂറൽ കമ്മ്യൂണിറ്റി ആണെന്ന് ഓർക്കണം. ഏതാണ്? റേഡിയോയും കമ്മ്യൂണിറ്റി ഹെൽത്ത് അനൗൺസ്മെൻറ്റുമാണ്. റേഡിയോ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് അനൗൺസ്മെൻറ്റ്, അതാണ് ആൻസർ കേട്ടോ. Answer: reaching rural community effectively requires communication methods that are widely accessible, can overcome barriers such as limited internet connectivity and lower literacy rate. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ റൂറൽ കമ്മ്യൂണിറ്റി ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് ആ നെറ്റ്വർക്ക് ബാരിയേഴ്സ് ഓവർകം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവിടുത്തെ പീപ്പിൾസിന് ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇത് അറിയാൻ കഴിയില്ല, ഇത് ഉപയോഗിക്കാനത്. സോ ആ പ്രോബ്ലവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റിയ വേണ്ടി നമുക്ക് ഈ പറയുന്ന പോലെ റേഡിയോ ഒക്കെ, അതേപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് അനൗൺസ്മെൻറ്റ് നമ്മൾ പറയത്തില്ല വീട്ടിൽ അതിലേക്കൂടെ ഈ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് പോകാം. അതാണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു എന്താണ് ഇമ്പയർമെൻ്റ് ഇല്ലാതെ കിട്ടും. So radio and community health announcement are particularly effective because they are accessible to a broad audience, including those who may not have access to internet or television. So ഇതൊരു മാസ് പോലെ എല്ലാവർക്കും എത്തിക്കുകയും കിട്ടും, അതേപോലെ തന്നെ ബ്രോഡായിട്ട് ഓഡിയൻസിലേക്ക് എത്തും. അതേപോലെ തന്നെ ഇതിന് ഇൻ്റർനെറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിവിഷൻ്റെയോ സഹായമൊന്നും വേണ്ട. ഓക്കെ, ദെൻ ഈ മെത്തേഡ്സ് എന്ന് പറയുന്നത് കൺവേ ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഇൻ ലോക്കൽ ലാംഗ്വേജസ് ആൻഡ് ഡയലക്റ്റിക്സ്, മേക്കിംഗ് ദ മെസ്സേജ് മോർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് റിലേറ്റഡ് ടു ദ കമ്മ്യൂണിറ്റി മെമ്പർ. സോ ഇതിൻ്റെ ഡയലക്ട്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഭാഷയിൽ തന്നെ മലയാളത്തിലോ അവർക്ക് അറിയാവുന്ന റീജിയണൽ ലാംഗ്വേജിലായിരിക്കും. അതുകൊണ്ട് അവർക്ക് എന്തല്ല ബാരിയേഴ്സ് ഇല്ല, സെയിം ആയിട്ട് എല്ലാവർക്കും എന്താണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇനി റേഡിയോ ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അനൗൺസ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ടൈമിൽ ഓരോ പീപ്പിളിന് എന്താണ് ഡെയിലി റൊട്ടീൻസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ഈ അവർ ഹയർ എൻഗേജ്മെൻറ്റോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഡെയിലി റൊട്ടീൻസിൻ്റെ ആയിരുന്നു. ഇപ്പോൾ TV കാണാൻ പറ്റില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താണ് അല്ലാത്ത വാർത്തകളോ ഒന്നും വായിക്കാൻ പറ്റില്ല. സോ റേഡിയോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അവർക്ക് എന്താണ് ഈ പറയുന്ന പോലെ തന്നെ അവരുടെ ഡെയിലി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റിയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ റൊട്ടീൻസിൻ്റെ ഇടയ്ക്കോ അവർ എന്താക്കി വെച്ചിരിക്കും, ഓൺ ആക്കി വെച്ചിരിക്കുമായിരിക്കും. അപ്പോൾ എന്താണ് അവർക്ക് ഈസി ആയിട്ട് അത് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം, ഇൻഫർമേഷൻ അവർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which of the following is a key element in conducting and community health need assessment? അതായത് നമ്മളൊരു നീഡ് അസസ്മെൻറ്റ്, കമ്മ്യൂണിറ്റി അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഇതിനകത്ത് ഏതാണ് കീ എലമെൻറ്റ്? അനലൈസിങ് ദ ലോക്കൽ എക്കണോമി, അവരുടെ ലോക്കൽ എക്കണോമിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് പ്രയോറിറ്റീസ് റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. കമ്മ്യൂണിറ്റിയിൽ മനസ്സിലാകുന്നുണ്ട് റിസോഴ്സസ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ. ദെൻ ഇൻകം ലെവൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അതോ വേണ്ടത്
സെറ്റിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് റേറ്റ്സ്, അതായത് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ റേറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ ഏതാണ് നമ്മൾക്ക് അത് ചെയ്യേണ്ടത്? ഏതായിരിക്കും? മനസ്സിലായോ ഏതായിരിക്കും എന്നുള്ളത്? നമ്മൾ കമ്മ്യൂണിറ്റി അസസ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്ത് പ്രയോറിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് അത് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, ഐഡൻറ്റിഫൈയിങ് ഹെൽത്ത് പ്രയോറിറ്റീസ് ആൻഡ് റിസോഴ്സസ് കേട്ടോ, അതാണ് ആൻസർ. Then information gathered during this phase is critical for developing an action plan that targets the specific health needs of the community, ensuring that interventions are both effective and efficient. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓരോ ക്രിട്ടിക്കൽ ഫേസിലും, അതായത് ഓരോ നീഡ് ബേസിലും നമ്മൾ അസസ് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് നീഡ്സ്, ആ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് നീഡ്സിനെ ഫോക്കസ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ആ ഇൻ്റർവെൻഷൻസ് ബോത്ത് എഫക്റ്റീവും എഫിഷ്യൻറ്റും ആയിരിക്കണം. ഓക്കെ, കൊടുക്കുന്നത്. ഇനി ഏതാണ് നിങ്ങളെ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് പ്രൊട്ടക്റ്റ് യു ഫ്രം സ്പാം? ഏതാണ്? ഫിൽട്ടേഴ്സ് ആണോ, പോപ്പപ്പ് ബ്ലോക്കേഴ്സ് ആണോ, ഇമെയിൽ റൂൾസ് ആണോ, സ്പാം ബ്ലോക്കേഴ്സ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ഏതാണ്? പ്രൊട്ടക്റ്റ്, വിൽ നോട്ട് പ്രൊട്ടക്റ്റ് ആണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് കാര്യം ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഏതാണ്? പോപ്പപ്പ് ബ്ലോക്കേഴ്സ് ആണ് ഇതിൻ്റെ ആൻസർ വരാൻ കാരണം. പോപ്പപ്പ് ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് പോപ്പപ്പ് വിൻഡോസ്, നമ്മുടെ ഈ പറയുന്നതിൽ ബ്രൗസിങ്, ഇന്റർനെറ്റിലൊക്കെ ബ്രൗസ് ചെയ്യുമ്പോൾ ഇത് വരേണ്ട, ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ഉൾപ്പെടുത്ത കാരണം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ HR കുറിച്ച് പറഞ്ഞായിരുന്നു, നോളജ് മാനേജ്മെന്റ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഈ പറയുന്നത് പോലെ എന്താണ് ഈ പറയുന്ന വിൻഡോസ് എന്താണ് ഈ പറയുന്ന പോപ്പപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഒന്നും ഇതില്ല. സ്പാം യൂഷ്വലി റിസീവ് ചെയ്യുന്നത് ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ സ്പാം ഫിൽട്ടേഴ്സിലൂടെയോ ഒക്കെ ആയിരിക്കാം. അതേപോലെ ഇമെയിൽ റൂൾസ്, സ്മാൾ ബ്ലോക്കേഴ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ഇത് ഐഡൻറ്റിഫൈ ചെയ്യുകയും മാനേജ് ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടിപ്പിക്കൽ സ്പാം ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനും വേണ്ടിയാണ്. അതെന്ന് പറയുന്നത് നമുക്ക് ഈ മാച്ചിങ് ഇമെയിൽസ് അല്ലെന്നുണ്ടെങ്കിൽ സ്പാം ഫോൾഡറിലിടുക എന്നൊക്കെ പറയത്തില്ല, അതിനു വേണ്ടിയാണ് ഫിൽറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇമെയിൽ റൂൾസ് എന്ന് പറയുന്നത് നമുക്ക് ഈ സർട്ടൻ സെൻഡേഴ്സിനെ എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജസ് ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഈ സ്പാം മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഇനി സ്പാം ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി സ്പാമിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും സ്പാം മെയിൽസ് എന്ത് ചെയ്യുകയും ചെയ്യും, ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ട്രഡീഷണൽ മോഡ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ? ഡാഷ് ഈസ് എ ട്രഡീഷണൽ മോഡ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ? ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, റേഡിയോ ആൻഡ് ഇന്റർനെറ്റ്. ഏതാണ്? ഏതായിരിക്കും? കിട്ടിയ ഉത്തരം എല്ലാവർക്കും? ഡാഷ് ഈസ് എ ട്രഡീഷണൽ മോഡ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഏതാണ്? ടെലിവിഷൻ ആണോ, ന്യൂസ് പേപ്പർ ആണോ, റേഡിയോ ആണോ, ഇൻ്റർനെറ്റ് ആണോ? സോ ട്രഡീഷണൽ ഫോമിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് വരാം, ഇതിനകത്ത് ഇത് മൂന്നും ട്രഡീഷണൽ അല്ലേ, ഇത് മാത്രമല്ലേ ഉള്ളൂ മോഡേൺ എന്ന്. സോ അല്ല എന്നല്ല, ഇതിൽ ട്രഡീഷണൽ മോഡൽ എന്ന് പറയുമ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇനി മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് അറ്റ് എ ടൈമിൽ ആ ഇൻഫർമേഷൻ എത്തിപ്പെടണം അല്ലേ, അതിനെ നമുക്ക് മാസ് എന്ന് പറയാം. സോ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോക്കാം, അതാണ് ഇതിൻ്റെ ഉത്തരം കേട്ടോ. സോ മാസ് കമ്മ്യൂണിക്കേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിസമിനേറ്റിംഗ് ഇൻഫർമേഷൻ ടു എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു റോൾ എന്ത് ചെയ്യുന്നുണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ വഴി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ട്രഡീഷണൽ മോഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഫൗണ്ടേഷനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് ഒപ്പീനിയൻ, അതേപോലെ ഡെലിവറി, ഇതൊക്കെ ഈ മെസ്സേജസ് ഓരോ സൊസൈറ്റിയിൽ ഒറ്റ ടൈമിൽ നമ്മൾ ഡെലിവറി ചെയ്യുക ഒരു പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെയാണ് ഈ ട്രഡീഷണൽ മോഡ്. പക്ഷേ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് പ്രയർ ആയിട്ടുള്ള മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂസ് പേപ്പറാണ്. ഈ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ സെഞ്ച്വറീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ന്യൂസ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേറ്റീവ് മാർഗ്ഗമാണ്. അതിനകത്ത് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യും, ഡിസെമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു ലോങ് ഹിസ്റ്ററി തന്നെയാണ് ഇതിനുള്ളത്. സോ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്, ടെലിവിഷൻ തന്നെയാണ്.
എന്താണ് നമ്മുടെ ന്യൂസ് പേപ്പർ തന്നെയാണ്. ദെൻ ടെലിവിഷൻ ആൻഡ് റേഡിയോ എന്ന് പറയുന്നതും ട്രഡീഷണൽ ഫോമാണ്. പക്ഷേ ഇത് വന്നത് എന്തിനു ശേഷമാണ്? നമ്മുടെ ന്യൂസ് പേപ്പർ വന്നതിന് ശേഷമാണ്. അപ്പോൾ ട്രഡീഷണൽ മോഡൽ ഈ 3 ഓപ്ഷനും തരുവാണെന്നുണ്ടെങ്കിൽ അഡിക്വേറ്റ് കീ ഏതാണ് ചോദിച്ചാൽ ഏതാണ്? ന്യൂസ് പേപ്പറാണ്. സോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് മോഡേൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, അതൊരു ട്രഡീഷണൽ മീഡിയം അല്ല. ഇനി നെക്സ്റ്റ്, dash is the process of receiving and evaluating informations about our behavior. ഏതാണ് പ്രോസസ് ഓഫ് റിസീവിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇൻഫർമേഷൻ? ചാനൽ ആണോ, മെസ്സേജ് ആണോ, ഫീഡ്ബാക്ക് ആണോ, എൻകോഡിംഗ് ആണോ? ഏതാണ്? റിസീവിങ് കിട്ടുവാണ് നമുക്ക്. അതേപോലെ തന്നെ നമ്മൾ അവർ ബിഹേവിയർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ആ ഇൻഫർമേഷനിലൂടെ. അപ്പോൾ ഏതായിരിക്കും അത്? ചാനൽ എന്ന് പറയുന്നത് അത് നമുക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ്. മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്നത്. ഫീഡ്ബാക്ക് അല്ലേ ഇപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ? നമുക്ക് കിട്ടുക റിസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഫീഡ്ബാക്ക് ആണ്. എൻകോഡിങ്ങും ഡീകോഡിങ്ങും ഞാൻ പഠിപ്പിച്ചു. നമ്മൾ അയക്കുന്ന മെസ്സേജ് അത് വാല്യുബിൾ ആയിട്ടുള്ള സിമ്പിൾസോ അതിൻ്റെ ഇതെല്ലാം എന്താണ് വേർഡ്സ് ആയിട്ട് എടുക്കുന്നതിനാണ് എൻകോഡ്. അത് തിരിച്ച് ഈ പറയുന്ന സിമ്പിൾസ് എല്ലാം തിരിച്ച് ഇതായിട്ട് ഇത് ചെയ്തെടുക്കുന്നതിനാണ്, റിസീവർ എടുക്കുന്നതിനാണ് ഡീകോഡിങ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ പറയും ഇതിൻ്റെ മെസ്സേജ് ഫീഡ്ബാക്ക്, ഇതിൻ്റെ ആൻസർ ഫീഡ്ബാക്ക് ആണ്. സോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ റിസീവ് ചെയ്യുന്നതിൻ്റെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻഫോർമേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബിഹേവിയറിനെ നമുക്ക് ഫീഡ്ബാക്ക് എന്ന് പറയാം. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ ഗ്രോത്ത്, അതേപോലെ ഇൻഡിവിജ്വൽസിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പെർസീവ് ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അസസ് ചെയ്യാനും ആക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ നമുക്ക് മനസ്സിലാക്കും ഫീഡ്ബാക്കിലൂടെ. സോ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകത്തില്ല. സോ ഫീഡ്ബാക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ റിസീവറാണ്, ഇത് സെൻഡറിനാണ് തിരിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമുക്ക് മെസ്സേജ് മനസ്സിലാകും, അതേപോലെ തന്നെ നമുക്ക് മെസ്സേജ് ഇന്ററപ്റ്റ് ചെയ്യാനുള്ള ചാൻസും ഇവിടെ ഉണ്ട്. കാരണം നമ്മൾ സ്വന്തമായിട്ടല്ലേ റിസീവ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് വായിക്കുന്നത്. പിന്നെ ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഓരോരുത്തരുടെയും സ്ട്രെങ്ത്, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഏരിയയിൽ ഫീഡ്ബാക്ക്, ഇപ്പോൾ ഫീഡ്ബാക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുക അല്ലെങ്കിൽ വേറെ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഫീഡ്ബാക്ക് എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് അതിനകത്ത് ഫീഡ്ബാക്കിലൂടെ എന്താണ്, ഏത് ഏരിയയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റിക്വസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെന്റ്. പിന്നെ ഒരു എഫക്റ്റീവ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിരിക്കും, ടൈംലി ആയിരിക്കും, അതേപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ചുരുങ്ങിയതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ പെർഫോമൻസും അതിലൂടെ തന്നെ എന്ത് ചെയ്യും, കാണാൻ കഴിയും. Next question. Which among the following concept is not related to product design? ഇതിനകത്ത് ഏതാണ് പ്രൊഡക്റ്റ് ഡിസൈനുമായിട്ട് അല്ലാത്തത്? കൺസെപ്റ്റ് ഈസ് നോട്ട് റിലേറ്റഡ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ, കൺകറന്റ് എഞ്ചിനീയറിംഗ്, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്, നൺ ഓഫ് ദ എബവ്. ഏതാണ് കറക്റ്റ് ആൻസർ? എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ് കേട്ടോ. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. കാരണം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റയർ പ്രോസസ്സ്, ഒരു പ്രൊഡക്റ്റ് എൻ്റയർ മേക്കിംഗ് പ്രോസസ്സ്, അതേപോലെ തന്നെ അതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുക, അതൊക്കെയാണ് ഇതിനായിട്ട് മെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അറിയുക, അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസൈൻ ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുക, ഇതൊക്കെ എന്തായിട്ടാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിൽ വരുന്നതാണ് കേട്ടോ. Then last is dash is a software program that filters all the data coming through the internet. ഏതാണ് എല്ലാ ഇതിലും നമുക്ക് വരുന്ന ഡേറ്റസ് എല്ലാം ഇന്റർനെറ്റിലൂടെ ഫിൽട്ടർ ചെയ്യുന്നത്? ആന്റിവൈറസ്, കുക്കീസ്, മാൽവെയർ, ഫയർവാൾ. ഏതാണ് ആൻസർ? ഫയർവാൾ ആണ്. ഇതിൽ ഫയർവാൾ എന്ന് പറയുന്നത് നമ്മുടെ അൺഓതറൈസ്ഡ് പ്രൈവറ്റ് നെറ്റ്വർക്കിലോട്ടും ആക്സസ് അല്ലാത്ത വേറെ നമ്മൾ അനിവാര്യമല്ലാത്ത ആക്സസ് ഒക്കെ പ്രിവെന്റ് ചെയ്യും. അതേപോലെ തന്നെ ഒരു സൈബർ സെക്യൂരിറ്റി ടൂൾ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ട്രാഫിക്സിനെ എല്ലാം ഫിൽട്ടർ ചെയ്യുക, ഇതെല്ലാം ഇതിന്റെ ഓപ്ഷൻ. സോ ഫയർവാൾ എന്ന് പറയുന്നത് ഒരു ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഇന്റേണൽ നെറ്റ്വർക്കും അതേപോലെ തന്നെ ഒരു അൺസേഫ് ആയിട്ടുള്ള എക്സ്റ്റേണൽ നെറ്റ്വർക്കിന്റെ ഇടയ്ക്ക് ഒരു ബാരിയർ ആയിട്ട് ഫയർവാൾ ആക്ട് ചെയ്യുന്നു. ഇനി വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ടെലിവിഷൻ? ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ടെലിവിഷനിലൂടെ നിങ്ങൾ
ഓഫർ ചെയ്യുന്നത്. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതിനെയാണ്, ടു മെമ്പേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രാപേഴ്സണൽ. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക്കിനോട്ട് ഒരാൾ നിന്നിട്ട് പാസ്സായിട്ട് പറയുന്നത്. മാസ് കമ്മ്യൂണിക്കേഷനും സെയിം തന്നെ, ഒരു ലാർജ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കാം. മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനും അത് തന്നെ, നമ്മുടെ എന്താണ് ലാർജ് പബ്ലിക്കിനെ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്താണ്, മാസ് മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒന്നെങ്കിൽ റേഡിയോ ടെലിവിഷനോ എന്തെങ്കിലും ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മൊത്തത്തിൽ ഓൾ ഡേ പോവാൻ എന്ന് പറയാം. ഇതിലേതാണ് അതിൻ്റെ ഉത്തരം? സോ മാസ് മീഡിയ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ മാസ് ഓഡിയൻസിനെയാണ് വിധിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? മാസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാസ് മീഡിയ ആണ്. ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ മാസാണ്, ഒത്തിരി ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. പക്ഷേ എന്താണ്, ഇവിടെ മീഡിയയുടെ സഹായമുണ്ട്, വിഷ്വൽ പ്രസന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓഡിയോ പ്രസന്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് സോ മാസ് ടെക്നോളജി എന്ന് പറയുന്നത് മാസ് ഓഡിയൻസിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈമറി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ പബ്ലിക്കിന്, മെജോറിറ്റി ഒരു ജനറൽ പബ്ലിക്കിലേക്ക് എത്തണം. ഇതിൽ മോസ്റ്റ് കോമൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ, മാഗസിൻ, റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, ഇതെല്ലാം എന്താണ്, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. സോ മാസ് മീഡിയ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ നമുക്ക് ഓഡിയൻസിൽ നിന്ന് കിട്ടണം, ഇല്ലേ? വേൾഡ് വൈഡ് ആയിട്ട്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, ലേണേഴ്സിൽ നിന്നും, ഗവൺമെന്റ് ആക്ടിവിറ്റീസ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാസ് മീഡിയയിൽ കൂടെയാണ് അത് എന്ത് ചെയ്തത്, അഡ്വർടൈസ് ചെയ്യുന്നത്. സോ മാസ് മീഡിയ എന്ന് പറയുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ ഓറിയന്റേഷൻ നമുക്ക് കിട്ടണം. അത് കൂടുതൽ അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആർട്ടിക്കിൾസും എഡിറ്റോറിയൽസും കമന്ററീസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇടാറുണ്ട്. സോ ടെലിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം, വിഷ്വൽ ഇമേജസിന്റെയും അതേപോലെ സൗണ്ടും എല്ലാം കൂടെ നമുക്ക് റീപ്രൊഡ്യൂസ് സ്ക്രീനിൽ കാണിക്കും. അതേപോലെ തന്നെ ചീഫ്ലി നമ്മൾ ബ്രോഡ്കാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കും. പിന്നെ അതേപോലെ പ്രോഗ്രാംസ്, എന്റർടൈൻമെന്റ്, ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത്. സോ ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ പ്ലേസ് ആണ്. ഹൗസ് ഹോൾഡ്, അതേപോലെ ബിസിനസ് ഏരിയാസിലെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഒരു മേജർ വെഹിക്കിളായിട്ട് തന്നെ ഇത് ആക്ട് ചെയ്യുന്നു. ദെൻ ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു വേൾഡ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മാർഗമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻഫർമേഷൻ പ്രോഗ്രാംസ്, ന്യൂസ്, പിന്നെ ഡോക്യുമെന്ററീസ്, സ്പോർട്സ്, ഈവെന്റ്സ്, അതേപോലുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ നമുക്ക് ഫിലിംസ് കാണാം, അതേപോലെ തന്നെ ഇന്റർവ്യൂസ് ലിസൺ ചെയ്യാം, സോഷ്യൽ ഈവെന്റ്സ്, ഇതെല്ലാം ഇതുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാറുണ്ട്. സോ ഇതാണ് ഒരു മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ് എൻ്റെ ടെലിവിഷൻ. സോ ഇന്നത്തേക്ക് ഇത്രയും നിൽക്കട്ടെ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് പതുക്കെ ഓരോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഏകദേശം ഒരു 100 എബോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. സോ അപ്പം നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, സോ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, അതിൻ്റെ ഇടയ്ക്കോ എന്തെങ്കിലും ചെയ്യാം. മെറ്റീരിയൽ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ ഭാഗ്യം കിട്ടട്ടെ. ഓക്കെ, സോ നല്ലതായിട്ട് എഫേർട്ട് ഇടുക. ഇനി 2 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ നല്ലതായിട്ട് എഫേർട്ട് ഇടുക, അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.